ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ തനി നാടൻ രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പല രീതിയിൽ രസം വെക്കാറുണ്ടല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന രസം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് റെഡിയാക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി ഞാനിവിടെ 2 കഷ്ണം ഇഞ്ചി, 2 തുടം വെളുത്തുള്ളി, 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, പിന്നെ 5-6 ചുവന്നുള്ളി, 2 പച്ചമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. ഞാൻ ആദ്യം ചെറിയ ജീരകമാണ് ചതച്ചെടുക്കുന്നത്. അത് അത്യാവശ്യം ചതഞ്ഞ് കിട്ടേണ്ടത് കൊണ്ടാണ് ആദ്യം തന്നെ ഇടുന്നത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഇടുമ്പോൾ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടും. ഞാനിവിടെ ഒരു ഇടിയോരൽ ഉപയോഗിച്ചാണ് ചതച്ചെടുക്കുന്നത്. ഒത്തിരി അരഞ്ഞു പോകാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇടിയോരലില്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഉലുവയും കടുകും എണ്ണയിലേക്കിട്ട് പൊട്ടിച്ചെടുക്കാം. ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അത്യാവശ്യം മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചതച്ചെടുത്ത കൂട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സാധാരണ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് നാടൻ രീതിയിൽ രസം വെക്കാറ്. പക്ഷേ എനിക്ക് വെളിച്ചെണ്ണയെക്കാളും ടേസ്റ്റ് കൂടുതൽ തോന്നിയിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ്. പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അത്യാവശ്യം മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 മുതൽ 1.25 ലിറ്റർ വെള്ളം വരെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഒരു രസക്കൂട്ടാണ് ഇത്. ചോറിൻ്റെ കൂടെയോ അതിനുശേഷമോ ചുമ്മാ കുടിക്കുന്നതൊക്കെ വയറിനും ലിവറിനും വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് എന്നും ശീലമാക്കുന്നത് ബോഡിക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും. നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ രസം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയുടെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും. അതുകൊണ്ട് തക്കാളി തീർത്തും ഓപ്ഷണലാണ്. താല്പര്യം ഇല്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാം. താങ്ക്